നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് നെക്സ്റ്റ് വീക്ക് സ്റ്റോറിയും കാര്യങ്ങളും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ നികേഷിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ സുധീഷ്, സുഭാഷ്, ഹരീഷും ഒക്കെ അന്വേഷിച്ചിറങ്ങുവാണ്. ഒടുവിൽ സുഭാഷിനെ കൂട്ടിക്കൊണ്ട് സുധീഷ് കോളേജിൻ്റെ അങ്ങോട്ടേക്ക് വരിക. ഒരു പക്ഷെ അവിടെ എവിടെയും ഉണ്ടോയെന്ന് അറിയത്തില്ല, കോളേജിൽ ഇരിപ്പുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ വരുമ്പോഴത്തേനും നികേഷിൻ്റെ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് ചോദിച്ചു, അല്ല ഇപ്പോഴാണ് ക്ലാസ് കഴിഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പറഞ്ഞേ, ഞങ്ങൾക്ക് ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു, അതിനു വേണ്ടി നിന്നാ. ഓ അങ്ങനെയാണല്ലേ. അങ്ങനെയാണ് നികേഷ് ഇവിടെ കാണും. ആ സമയത്ത് സുധീഷ് ചോദിച്ചു, അല്ല നികേഷ് എന്തിയാ, അവന് മാച്ചിനകത്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അവനില്ലായിരുന്നല്ലോ, അവന് ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ കോളേജിൽ നിന്ന് പോയല്ലോ എന്ന് പറഞ്ഞു. പോയെന്നോ? അതെ, ഇന്ന് കോളേജിൽ വന്നിട്ടും അവൻ ആകെപ്പാടെ ഡള്ളായിട്ടിരിക്കുമായിരുന്നു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ തലവേദനയാന്ന് പറഞ്ഞു. നേരത്തെ പോവുകയും ചെയ്തു. എന്തായിട്ടാ, എന്തേലും കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, അവനെ കാണാത്തോണ്ടെന്ന് അന്വേഷിച്ചെന്നുള്ളൂ. പിന്നീട് ചോദിച്ചു, അല്ല ഇനിയിപ്പോൾ വല്ല ഫ്രണ്ട്സിൻ്റെയും കൂടെ പുറത്തെങ്ങാനും? ഞങ്ങളുടെ ഫ്രണ്ട്സെല്ലാം ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും മാച്ചിനകത്തുണ്ടായിരുന്നു പറഞ്ഞു. ആരും പോയിട്ടില്ല എന്ന് പറഞ്ഞു. ആ കൂടെ പക്ഷെ അവനില്ല, അവൻ നേരത്തെ പോയതാ ഏട്ടാന്ന് പറഞ്ഞു. ആകെപ്പാടെ ടെൻഷനായി. അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവനങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷനോടുകൂടി സുഭാഷ് സുധീഷിനോട് ചോദിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മളെന്ന് ചോദിച്ചു. സുഭാഷേനൊന്ന് ടെൻഷൻ ആവാതിരിക്കുക, നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാക്കി ഒന്ന് രണ്ട് ഫ്രണ്ട്സും കൂടെ വരുവാണ്. അവർ ചോദിച്ചു, എന്താ സുധീഷേട്ട എവിടെയെന്ന് ചോദിച്ചു. ഒന്നുമില്ല. അല്ല എന്തിയേ, നികേഷിനെ കണ്ടില്ലല്ലോ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, അതെ അവനെതിരായിട്ടും വീട്ടിലെത്തിയിട്ടില്ല, അപ്പം ഞങ്ങളൊന്ന് അന്വേഷിച്ചിറങ്ങിയതാ. അതെ അവനെങ്ങാനും നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഒന്ന് വിളിച്ചേക്കണമെന്ന് പറഞ്ഞു. ഫോൺ നമ്പർ കൊടുത്തു. ശരിയായിട്ടാന്ന് പറഞ്ഞു. പിന്നീട് സുധീഷ് സുഭാഷും അടുത്ത സ്ഥലത്തേക്ക് തിരയാൻ പോവാണ്. അതേസമയം അതേ വെപ്രാളത്തോടു കൂടി തന്നെ ഹരീഷ് അവനെ അന്വേഷിച്ചിറങ്ങണേ. ഒന്ന് രണ്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോയി നികേഷിൻ്റെ, അവിടെയൊന്നും പക്ഷെ അവനെ എത്തിയിട്ടില്ല. പിന്നെ അവിടെയുള്ള കടകളിലൊക്കെ പോയി നികേഷിൻ്റെ ഫോട്ടോ കാണിച്ച് ഇവിടെ എങ്ങനെ ഈ കടയിലെങ്ങാനും വെച്ച് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ ഒരിടത്തൊന്നും ഒരു പേരും കിട്ടിയില്ല. അവസാനം ഭയങ്കര ടെൻഷനായിപ്പോയി സുഭാഷിനും സുധീഷിനും ഹരീഷിനും ഒക്കെ. അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, പക്ഷെ ഒരു വിവരവും കിട്ടിയില്ല. ഹരീഷും വേറൊരു വഴിക്ക് പോയാണ് അന്വേഷിക്കുന്നത്. എല്ലാവരും കൂടെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് കാര്യമില്ല എന്ന് ഓർത്തിട്ട്. പക്ഷെ ഇത്ര രാത്രിയായിട്ടും 8 മണിയൊക്കെ കഴിഞ്ഞു, ഇതുവരെയായിട്ടും അവനെക്കുറിച്ചൊരു വിവരം കിട്ടില്ല. എവിടെ പോയിരിക്കണേ എന്താണെന്നും അറിയത്തില്ല. അപ്പം അതിൻ്റേതായ ഒരു ടെൻഷനും കാര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇതേ സമയം നിധി നികേഷിനെ കുറിച്ചിരുന്ന് ആലോചിക്കുവാണ്. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ നിധിയുടെ മനസ്സിലേക്ക് നികേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. ഒരു ദിവസം ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നികേഷ് പറഞ്ഞു, അല്ല ഏട്ടത്തിയമ്മ ഇവിടെ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. ഏട്ടത്തിയമ്മയുടെ നാട്ടിൽ അങ്ങനെ അധികം ബീച്ചും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ എന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇഷ്ടം പോലെ ബീച്ചുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, ഇവിടെ അടുത്തൊന്നും ഇല്ലോ, 10-30 കിലോമീറ്റർ പോകണ്ടേ, അതിനെന്താ 1 മണിക്കൂർ സമയം പോയാൽ മതില്ലേ, ബീച്ചിലെത്തില്ലെന്ന് ചോദിച്ചു. പിന്നെ പറച്ചിലോട്ടെ എപ്പോഴും നീ പോകുന്ന പോലെ ഉണ്ട്, അതിന് നീ ബീച്ചിൽ പോകാറുണ്ടോ എവിടെയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നികേഷ് പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചൊന്നും പോയിട്ടില്ല. പിന്നെയോ ഞാൻ കുഞ്ഞുതായിരുന്ന സമയത്ത് സുഭാഷേണ്ണൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, പിന്നെ സുധീഷേണ്ണനും പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ, അല്ലാതെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ടാണോ നീ പറയണത് ബീച്ചിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച്? അത് കേട്ട് കഴിഞ്ഞപ്പോൾ നികേഷ് പറഞ്ഞു, അങ്ങനെയല്ല, അതെ ഞാൻ എന്താണെങ്കിലും മാസത്തിൽ 2 തവണയെങ്കിലും ബീച്ചിൽ പോകുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, നീ ആൾ കൊള്ളാലോ എന്ന് പറഞ്ഞു. അത് പിന്നെ ഉണ്ടല്ലോ, ഇവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴേ ഞാൻ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. അവിടെ പോയി ഇരിക്കും. അവിടെ പോയി കുറേ സമയം ഇങ്ങനെ കടലിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നിധി ചോദിച്ചു, നിനക്കെന്താടാ ഈ മാസത്തിൽ 2 തവണ പോക്ക്? അല്ല അത് പിന്നെ ഉണ്ടല്ലോ, വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. എന്ത് പ്രശ്നങ്ങൾ? അത് ഒന്നെങ്കിൽ സുധീഷേണ്ണും ഹരീഷേണ്ണും തമ്മിൽ വഴക്കുണ്ടാവും. അവർ തമ്മിൽ അടി വെച്ച് കഴിയുമ്പോഴത്തേന് എനിക്ക് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാനൊരു പോക്കം കൂടെ പോകും. അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് മനസ്സിന് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ എന്തേലും. അല്ലെങ്കിലോ ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ കുത്തി പറഞ്ഞു കഴിയുമ്പോൾ അത് മനസ്സിന് വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു. നീ ആൾ കൊള്ളാലെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടോ അവിടെ കുറേ സമയം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനമൊക്കെ കിട്ടും. പിന്നീട് ഞാൻ വീട്ടിലേക്ക് തിരികെ വരുന്നതെന്ന് പറഞ്ഞു. ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ. അപ്പം ഈ അടുത്ത കാലത്ത് നീ പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചു. നിധി അടുത്ത് വരുന്നതിന് മുമ്പ് പോയതാ, വന്നതിന് ശേഷം പോയിട്ടില്ല. വരുന്നതിന് മുമ്പ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും. പക്ഷെ ഇപ്പോൾ വന്നതിന് ശേഷം, നിധി അടുത്ത് വന്നതിന് ശേഷം വീടേ ആകെ മാറിപ്പോയില്ലേ, അതുകൊണ്ട് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പം ഇനി ഈ ആവശ്യം വന്നിട്ട് നീ പോകുമല്ലേ, പിന്നല്ലാതെ എനിക്ക് സമാധാനം കിട്ടുന്ന ഏക സ്ഥലം അവിടെയാണ്, അവിടെ പോയി ഇരിക്കുമെന്ന് പറഞ്ഞു. അവിടെ പോയിരുന്ന് കുറേ സമയം കരഞ്ഞൊക്കെ കഴിയുമ്പോഴത്തേനും മനസ്സിലെ സങ്കടങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു. അതെ എന്നെ ഒരു ദിവസം നീ കൊണ്ടുപോകണം കേട്ടോ. അതിനെന്താ, ഉറപ്പായിട്ടും കൊണ്ടാ, നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു.
അത് നിധിയുടെ മനസ്സിൽ ഇങ്ങനെ വരുവാണ്. അപ്പോഴേക്കും നിധി പെട്ടെന്ന് സുധീഷിനെ ഫോൺ ചെയ്യണം. ആ സമയത്ത് സുഭാഷും കൂടെ നികേഷ് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. സുഭാഷ് പറഞ്ഞു, അവളെ കോളെടുക്ക്. നിധിയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ അവൻ എത്തിക്കാണോന്ന് അറിയത്തില്ലോ. അങ്ങനെ സുധീഷ് കോൾ എടുത്തിട്ട് ചോദിച്ചു, നികേഷ് എത്തിയോ നിധി എന്ന് ചോദിച്ചു. ഇല്ല, എത്തിയില്ല എന്ന് പറഞ്ഞു. നികേഷിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞങ്ങൾ ഇനി ഇവിടെ അന്വേഷിക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞ, എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ പറയുന്ന ബീച്ചിലൊന്ന് പോയി അന്വേഷിക്കാമെന്ന് ചോദിച്ചു. ബീച്ചിലോ? അതെ, മിക്കവാറും അവൻ അവിടെ കാണുമെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, നീ പറയുന്ന ബീച്ചിലേക്ക് ഇവിടെ കുറേ ദൂരമുണ്ട്, അത് സാരമില്ല എന്ന് പറഞ്ഞു. ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്തു. പിന്നീട് സുഭാഷിനോട് കാര്യം പറയാണ് സുധീഷ്. എന്നിട്ട് പറഞ്ഞു, സുഭാഷ് ഏട്ടാ, ആ ബീച്ചിലേക്ക് പോകണം കുറച്ച് ദൂരമുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട, നമുക്കൊന്ന് പോയി നോക്കാം. ഒരുപക്ഷെ നിധി പറഞ്ഞ പോലെ ആ ബീച്ചിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയത്തില്ലോ. അങ്ങനെ സുഭാഷും സുധീഷും കൂടെ ബീച്ചിലേക്ക് പോവാണ്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർ ബീച്ചിലേക്ക് വരുവാണ്. അങ്ങനെ അവിടെ കാർ നിർത്തിയിട്ടിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. അവിടെ ഒന്നും പക്ഷെ കാണുന്നില്ല. ഒടുവിൽ സുധീഷ് നികേഷിനെ വിളിച്ച് അവിടെ നടക്കണം. ഒടുവിലാണ് ആ കാഴ്ച കാണുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോൾ നികേഷ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷിനോട് പറഞ്ഞു, ഇതേ സുഭാഷ് ഏട്ടാ, നികേഷ് ഇരിക്കണം എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. നികേഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സുഭാഷ് അവിടെ തന്നെ ആ ബീച്ചിലെ മണലിൽ അവിടെ കുത്തിയിരുന്ന് കരയുവാണ്. പെട്ടെന്ന് സുധീഷ് നികേഷിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ്. ചെന്നിട്ട് നികേഷിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നികേഷ് ഇങ്ങനെ ഞെട്ടിത്തിരിച്ചു നോക്കി. ഇതെന്താ സുധീഷേട്ടാ ഇവിടെയെന്ന് ചോദിച്ചു. എടാ, നിനക്ക് ഒരു ബോധമില്ലേ? സമയം എന്താ നിനക്കറിയാവോ? നീ എന്താ ഇവിടെ കുത്തിയിരിക്കുന്നത്? നിന്റെ ഫോൺ എന്തേന്ന് ചോദിച്ചു. അത് ചാർജ് തീർന്നു പോയെന്ന് പറഞ്ഞു. സത്യം പറ, നീ ആരുമായിട്ട് അവിടെ വന്നിരിക്കുന്നേ? കറങ്ങാൻ വേണ്ടി വന്നാണോ? നിന്റെ കൂടെ ഗേൾഫ്രണ്ടോ മറ്റോ ഉണ്ടോയെന്ന് ചോദിച്ചു. ഇതേ സുധീഷേണ്ണ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ തനിച്ചോളെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാടാ ഇവിടെ വന്നിരിക്കുന്നേ? അല്ല, സുധീഷേണ്ണ എന്താ ഇങ്ങോട്ടേക്ക് വന്നേ? എടാ, നിനക്ക് സാമാന്യ ബോധമില്ലേ? നിന്നെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ എത്രമാത്രം ടെൻഷനായെന്നറിയാവോ? ഹരീഷേണ് ഒരു വശത്ത് അന്വേഷിച്ച് പോയിക്കുന്നു. അതുപോലെ തന്നെ സുഭാഷേണ്ണും ഞാനും കൂടെ ഇത്ര സമയം അലേ വരുന്നു നിന്നെ കാണാതെ. എടാ, നിന്നെ കാണാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, എന്നിട്ട് സുഭാഷേണ്ണൻ എന്തിയെന്ന് ചോദിച്ചു. അദ്ദേഹം അവിടെ ഇരുന്ന് കരയുന്ന നോക്കാൻ പറയണം. നോക്കിക്കഴിഞ്ഞപ്പം അവിടെ കുത്തിയിരുന്ന മണലിനകത്ത് കരയുന്ന കാഴ്ചയെ കണ്ടേ. പെട്ടെന്ന് തന്നെ നികേഷ് അങ്ങോട്ട് ചെന്നു സുഭാഷിനെ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ്. സുഭാഷാണെ പൊട്ടിക്കരയുക. കാരണം സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്നല്ലേ. കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ അത്രയ്ക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് സുഭാഷ് ചോദിച്ചു, എന്തിനാടാ നീ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ? അതിന് മാത്രം എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചു. അത് പിന്നെ സുഭാഷ് ചേട്ടാ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. സുഭാഷ് എൻ്റെ അമ്മയും ഒന്നല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, അതാണോടെ കാര്യം? നമ്മുടെ അച്ഛനൊന്നല്ലേ, അമ്മ മാത്രമല്ല വേറെയുള്ളൂ. പിന്നെ നീ ഞങ്ങളുടെ ആടാ, നീ ഞങ്ങളുടെ സ്വന്തം അനുജനാ. അതിന് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നിന്നെ കാണാതെ വന്നാൽ പിന്നെ ഞങ്ങൾക്ക് ജീവിതം ഉണ്ടോടാ? ജീവനുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നിൽക്കേ. ഇത്ര സമയം മനുഷ്യന് എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാവോ? സുഭാഷ് പറഞ്ഞു, ഇനി നീ ഇങ്ങനെ പോവരുത് നികേഷേ, കാരണം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും ഞാൻ ആ വീട്ടിലിരിക്കില്ല. നിന്നെ കാണാതെ വന്നാലോ, നിനക്ക് എന്തായാലും സംഭവിച്ചാൽ പിന്നെ ഈ സുഭാഷ് ഇല്ലെന്ന് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അതോടെ കേട്ടിഞ്ഞപ്പോൾ നികേഷ് സുഭാഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു നിധിയൊക്കെ. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴേക്കും സുധീഷിനോട് സുഭാഷ് പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിധിയെയും അതുപോലെ ഹരീഷിനൊക്കെ വിളിച്ചു പറ, അവരും ടെൻഷനിലായിരിക്കില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു, കണ്ടു കിട്ടിയെന്നുള്ള കാര്യം. എന്താണെങ്കിലും നിധി പറഞ്ഞെടുത്ത് തന്നെ നികേഷ് ഉണ്ടായിരുന്നു. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം, അവിടെയുള്ളവർ നിന്നെ കാത്തിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നികേഷിനെ കണ്ടു കിട്ടിയെന്ന് അറിഞ്ഞ് ഇപ്പോൾ നിധിയെന്ന് ഭാസ്കറിനോട് പറഞ്ഞു, അതെ അച്ഛാ, നികേഷിനെ കണ്ടു, അവനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ഭാസ്കരനെ പറ്റിയിട്ട് ഒരു പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കുവാണ്. ഭാസ്കരൻ്റെ ഉള്ളിൽ വിഷമമുണ്ടെന്ന് തോന്നേ, പക്ഷെ ഭാസ്കരൻ അതൊന്നും പുറമെ കാണിക്കുന്നില്ല. കാരണം ആരുടെ മുന്നിൽ തല കുനിക്കാനായിട്ട് അല്ലെങ്കിൽ സങ്കടം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭാസ്കരനെ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുക. ഈ സമയം ഹരീഷ് പറഞ്ഞു, കണ്ടില്ലേ, ഒരെണ്ണം ഇട്ട് കൊടുക്കാനാ തോന്നേ, മനുഷ്യൻ ഇത്ര സമയം തീ നിന്നിരിക്കുമായിരുന്നു, ഇങ്ങേർക്ക് മാത്രം ഒരു ടെൻഷനും ഇല്ലയെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, വേണ്ട ഹരീഷെ, അങ്ങനെയൊന്നും ചെയ്യരുമെന്ന് പറഞ്ഞു. ഹരീഷ് അക്ഷമയോട് അങ്ങോട്ടോട് നടക്കുമ്പോഴത്തേനും നിധി പറഞ്ഞു, എന്തിനാ അങ്ങോട്ട് നടക്കുന്നേ, ഇവിടെ വന്നിരിക്കുക, അവരിപ്പം തന്നെ ഇങ്ങോട്ട് വരുമല്ലോ എന്ന് പറഞ്ഞു. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നികേഷിനെയും കൂട്ടി സുധീഷും സുഭാഷും കൂടെ അങ്ങോട്ട് വരുവാണ്. കണ്ടപടി തന്നെ ഹരീഷ് ഓടിച്ചെന്നു അവൻ്റെ കൈക്കിട്ടൊക്കെ അടിക്കുവാണ്. നീ എന്താടാ നീ കാണിച്ചേ, നീ ആരാന്ന് നിന്റെ ഭാവം, മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അവനെ കെട്ടിപ്പിടിക്കുകയാണ് നികേഷിനെ. കാരണം ഹരീഷിനും അത്രയ്ക്ക് ഇഷ്ടമാണ് നികേഷിനെ. അവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. നികേഷ് പറഞ്ഞു, സോറി ഹരീഷ് ഏട്ടാ എന്ന് പറഞ്ഞു. സോറി, നിന്റെ ഒരു സോറി മനുഷ്യൻ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എടാ, നീ ഞങ്ങളുടെ സ്വന്തം അനുജനാ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ ജീവനോട് ഉണ്ടാവും നിനക്ക് തോന്നുന്നുണ്ടോ? അത്രയ്ക്ക് ഇഷ്ടമാടാ നിന്നെയൊക്കെ. കാരണം നികേഷ് ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം അവൻ്റെ കളിഗിരികളൊക്കെ കണ്ടതിന് ശേഷം കുടുംബത്തിൽ
ഒരു പ്രത്യേക സന്തോഷമൊക്കെ ഉണ്ടായത്. അതെപ്പോഴും ഹരീഷാണെങ്കിലും സുധീഷയ്ക്കാണെങ്കിലും പറയാറുണ്ട്, അവനെ സ്വന്തം അനുജനെ പോലെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ആ വലിയ രഹസ്യം അമ്മ രണ്ടാണെന്നുള്ള കാര്യം അവർ മറച്ചു വെച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പറയാനായിട്ട്. രണ്ടമ്മയുടെ മക്കളാണ് ആരെ അറിയിക്കാനായിട്ടും അവർക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.